സ്വർണം പവന്റെ വില 1,00,000-ക്കാൾ മുകളിൽ പോയിരിക്കുന്ന സമയമാണ്. ആളുകൾക്കൊക്കെ സ്വർണം വീട്ടിൽ വെക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ മിച്ചമുള്ള സ്വർണം ലോക്കറിൽ വെക്കുന്നതാണോ അതോ ഗോൾഡ് ETF ഫെസിലിറ്റി ഉപയോഗിച്ച് ലോൺ ആവശ്യമില്ലെങ്കിൽ പോലും OD ഫെസിലിറ്റിക്ക് വേണ്ടി ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നതാണോ ലാഭകരം? നമുക്കൊന്ന് നോക്കാം. ആദ്യം ലോക്കറിൽ സ്വർണം വെക്കുമ്പോൾ എന്തൊക്കെ ചെലവുകൾ നമുക്ക് വരും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ലോക്കറിന്റെ ആനുവൽ റെന്റ്, ലോക്കറിന്റെ വലിപ്പം, അതുകൂടാതെ നമ്മൾ ഏത് ബാങ്കിലാണോ ഈ ലോക്കർ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ആ ബാങ്കിന്റെ ബ്രാഞ്ച്, അതിന്റെ ടൈപ്പ്, അതിന്റെ സിറ്റി, ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. 1000 രൂപ മുതൽ 15,000 രൂപ വരെ ലോക്കർ റെന്റ് നമ്മൾ എടുക്കുന്ന ലോക്കർ ഫെസിലിറ്റിനെ ബേസ് ചെയ്തിട്ടും ബാങ്കിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത് കൂടാതെ നമ്മൾ ലോക്കർ ആനുവൽ റെന്റ് അടയ്ക്കാൻ വൈകിയാൽ ലേറ്റ് പേയ്മെന്റ്, ഇനി നമ്മളുടെ ലോക്കറിന്റെ കീ കളഞ്ഞു പോയാൽ ലോക്കർ ബ്രേക്കിംഗ് ഫീസ്, ഇത് കൂടാതെ എക്സസ് ലോക്കർ വിസിറ്റിന്റെ ചാർജ്, ചില ബാങ്കുകളിൽ 1 ടൈം ലോക്കർ രജിസ്ട്രേഷൻ ഫീ, ഇത്തരം ചാർജുകളെല്ലാം ലോക്കർ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്കുകൾക്ക് നൽകേണ്ടതായിട്ട് വരും. ഈ ലോക്കർ റെന്റ് നമ്മൾ ലോക്കറിൽ വെക്കുന്ന സ്വർണത്തിന്റെ വാല്യൂ അനുസരിച്ചല്ല, നമ്മൾ എടുക്കുന്ന ലോക്കറിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും ഫിക്സ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മളുടെ ലോക്കറിൽ 5 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിലും 5 കോടി രൂപയുടെ സ്വർണം ഉണ്ടെങ്കിലും ലോക്കർ ഫീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോക്കർ റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഗോൾഡ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമ്മൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെലവുകൾ നമുക്ക് വരും എന്നുള്ളത് നോക്കാം. ഇതിൽ ഒരു 1 ടൈം പ്രോസസിംഗ് ഫീ ഉണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ നമുക്ക് സാങ്ഷൻ ആകുന്ന ഓവർഡ്രാഫ്റ്റ് എമൗണ്ടിന്റെ ഒരു ഫിക്സഡ് പെർസെന്റേജോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എമൗണ്ടോ ആയിരിക്കും. ഇത് ബാങ്കിനെ അനുസരിച്ച് 250 രൂപ മുതൽ 2750 രൂപ വരെ വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തതായിട്ട് ആനുവൽ റിന്യൂവൽ ഫീസ്. നമ്മൾ OD എടുക്കുന്നു, ഓരോ വർഷവും OD പുതുക്കി വെക്കുന്നു. OD പുതുക്കാനുള്ള ചാർജ് എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും. ഇതും ബാങ്ക് ടു ബാങ്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിന്റെ OD ഫെസിലിറ്റി റിന്യൂ ചെയ്യാനുള്ള ഫീസ് 500 രൂപ മുതൽ 750 രൂപ വരെയാണ്. അടുത്തത് ഇൻട്രസ്റ്റ്. നമ്മൾ OD ഫെസിലിറ്റി ഉപയോഗിക്കുന്നു, OD ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്ന് കിടപ്പുണ്ട്, നമ്മൾ അതിൽ 1 രൂപ പോലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ OD ആയി നമുക്ക് അനുവദിക്കപ്പെട്ട എമൗണ്ടിൽ നിന്ന് എത്ര രൂപയാണോ നമ്മൾ വിഡ്രോ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായി വരുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ലോക്കർ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന നമ്മൾ ആ ബാങ്കിൽ ഒരു റോബറി ഉണ്ടായി ഗോൾഡ് നഷ്ടപ്പെട്ടു പോയാൽ ബാങ്കിന് ലയബിലിറ്റി ഇല്ല എന്നൊരു കാര്യമാണ്. അതേസമയം നമ്മൾ ഗോൾഡ് OD ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100% ഇൻഷുറൻസ് കവറേജ് നമ്മളുടെ ഗോൾഡിന് കിട്ടും. അപ്പോ കൃത്യമായി ആലോചിക്കുക, ഏതാണോ നമുക്ക് ബെനിഫിഷ്യൽ എന്നുള്ളത് നോക്കുക, ഇതനുസരിച്ച് തീരുമാനമെടുക്കുക. നമ്മളുടെ ഗോൾഡ് നമ്മളുടെ മാത്രമാണ്. നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഉണ്ടാകേണ്ടത്. അറിവുകൾ ശേഖരിക്കുക, സ്വന്തമായി പ്രോസസ് ചെയ്യുക, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക.